നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് MLS ക്ലബ്ബായ ഇന്റർ മയാമി സ്വന്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, 1-4 ഗോളുകൾക്കാണ് ന്യൂ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 65,000-ഓളം വരുന്ന ആരാധകർക്ക് മുന്നിൽ വെച്ച് നടന്ന മത്സരത്തിൽ സൂപ്പർ താരം ലയണൽ മെസ്സി തന്നെയാണ് തിളങ്ങിയിട്ടുള്ളത്. 2 ഗോളുകളും 1 അസിസ്റ്റും മെസ്സി മത്സരത്തിൽ കരസ്ഥമാക്കിയിരുന്നു. മറ്റൊരു ഗോളിന് കാരണക്കാരനായതും യഥാർത്ഥത്തിൽ മെസ്സി തന്നെയാണ്. തകർപ്പൻ പ്രകടനം നടത്തിയ മെസ്സിയെ തേടി ഇപ്പോൾ അർഹിച്ച അംഗീകാരം തേടിയെത്തിയിട്ടുണ്ട്. അതായത് ഈ ആഴ്ചയിലെ MLS-ലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ലയണൽ മെസ്സിയാണ്. ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ സ്ഥിരീകരണം വന്നു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, MLS ടീം ഓഫ് ദി വീക്കിലും ഇടം നേടാൻ ഇപ്പോൾ മെസ്സിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്റർ മയാമിയിൽ നിന്ന് ലയണൽ മെസ്സി മാത്രമാണ് ഈ ടീമിൽ ഇപ്പോൾ ഇടം നേടിയിട്ടുള്ളത്. ഈ ആഴ്ചയിലെ എല്ലാം മെസ്സി തൂത്തുവാരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും മികച്ച MLS താരത്തിനുള്ള അവാർഡ് സ്വന്തമാക്കിയതും ഇതേ മെസ്സി തന്നെയാണ്. നമുക്കറിയാം, നാഷ്വില്ലെ SCക്കെതിരെയുള്ള ആ മത്സരത്തിൽ മെസ്സി 2 ഗോളുകളും 1 അസിസ്റ്റും സ്വന്തമാക്കുകയായിരുന്നു. അങ്ങനെ 2 MLS പ്ലെയർ ഓഫ് ദി വീക്ക് പുരസ്കാരങ്ങൾ ഇപ്പോൾ മെസ്സി കരസ്ഥമാക്കിയിട്ടുണ്ട്. മെസ്സിയുടെ സഹതാരമായ ലൂയിസ് സുവാരസും ഈ പുരസ്കാരം നേരത്തെ 2 തവണ കരസ്ഥമാക്കി. 2 പേരും ചേർന്നുകൊണ്ട് 4 പുരസ്കാരങ്ങളാണ് ഇന്റർ മയാമിയിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. ഇതൊരു റെക്കോർഡ് കൂടിയാണ്. 2008-ൽ ഡേവിഡ് ബക്കാമും ലണ്ടൻ ഡൊണോവനും സ്ഥാപിച്ച റെക്കോർഡിനൊപ്പമാണ് ഇരുവരും എത്തിയിട്ടുള്ളത്. എല്ലാ ഗാലക്സിക്ക് വേണ്ടി 11 മത്സരങ്ങളിൽ നിന്ന് 4 പ്ലെയർ ഓഫ് ദി വീക്ക് പുരസ്കാരങ്ങളായിരുന്നു ഇവർ നേടിയത്. അതിനൊപ്പമാണ് ഇപ്പോൾ മെസ്സിയും സുവാരസും എത്തിയിട്ടുള്ളത്. MLS-ൽ 7 മത്സരങ്ങൾ കളിച്ച മെസ്സി 9 ഗോളുകളും 4 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം സുവാരസ് 10 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ് ലീഗിൽ ഇതുവരെ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.